Hello friends, it's me Fardhan and it's me Sar and you are watching FKP TECH. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മാസ്കിംഗ് എഫക്റ്റ് ആണ്. അതിനുള്ള ഓപ്ഷൻസ് ഒന്നും കൈൻമാസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ആവശ്യമായിട്ടുള്ള ഫൂട്ടേജസ് എന്താണെന്ന് വെച്ചാൽ ഡോർ തുറക്കുന്ന ഒരു ഫൂട്ടേജാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫൂട്ടേജിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോറ് പോയിട്ട് തുറക്കരുത്. കാരണം അങ്ങനെ തുറക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ക്യാമറയിലോട്ട് ലൈറ്റ് ഒരുപാട് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഓവർ എക്സ്പോസ്ഡ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിയുന്നതും ഒരു റൂമിൻ്റെ ഡോർ തുറന്നിട്ട് അങ്ങനത്തെ ഒരു ഫൂട്ടേജ് എടുക്കാൻ നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മുടെ ഫൂട്ടേജ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ടൈം ലൈൻ ഒന്ന് വലുതാക്കി കൊടുക്കാം. ആദ്യം നമുക്ക് ഡോർ തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ടൈം ലൈൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് ഡോറിൽ ചെറിയൊരു ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ലെയർ സെലക്ട് ചെയ്തിട്ട് ഹാൻഡ് റൈറ്റിംഗ് എടുക്കുക. ഇവിടെ ഗ്രീൻ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം പെൻസിൽ ഐക്കൺ മാറ്റിയിട്ട് ലൈൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ലൈൻ വരച്ചിട്ട് ആ ഡോറിൻ്റെ ഗ്യാപ്പിൽ കൊണ്ടുപോയിട്ട് വെക്കുക. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനിയുള്ള സ്റ്റെപ്പ് രണ്ട് രീതിയിൽ ചെയ്യാം. ഇപ്പോൾ വരച്ച ലെയർ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് മൂവ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഏറ്റവും നല്ലത് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതാകുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസൊക്കെ ഒഴിവായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ഡോറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ വീഡിയോ കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ ചെയ്തൊരു മിസ്റ്റേക്ക് കൊണ്ടാണ്. അതായത് നമ്മൾ ലൈൻ തിക്നെസ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ചെറുതോ അല്ലെങ്കിൽ രണ്ടാമത്തേതോ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഔട്ട് കിട്ടും. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം പുതിയൊരു പ്രൊജക്റ്റ് എടുക്കുക. എന്നിട്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഗ്രീൻ സ്ക്രീനിൻ്റെ ഭാഗം വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗ്രീൻ സ്ക്രീനിൽ ഏത് വീഡിയോ ആണോ വരേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ക്രോമാക്കി എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. എന്നിട്ട് ഗ്രീൻ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക.
നല്ല ഒരു ഔട്ട് കിട്ടുന്നത് വരെ ഈ 50-28 എന്ന ഈ 2 പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനായി അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കുക. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ സബ്സ്ക്രിപ്ഷൻ ഇത് പെയ്ഡ് ആണെന്നാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. ഇറ്റ് ഈസ് ടോട്ടലി ഫ്രീ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുമ്പിടുമ്പോൾ കാണണ്ട എൻ്റെ കൂടെ ഇജ്ജ് കുറച്ചുകൂടി ഇങ്ങോട്ട് നിന്നാ. ആ പാതി തല നേരെ ഇനി എന്താന്നാ ഇവങ്ങ് പാതി താവ്. അങ്ങനെ മതി, അങ്ങനെ നേരെ താവ്. അത് നല്ല പട്ടം ആടെന്നാ പോയാണ്ട് എടേ. ഓടെ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫൂട്ടേജിന് എന്തേലും പറയണ്ടീനി. എന്തേ